തിരുവനന്തപുരത്ത് നിന്നും കാണാതായ 13 വയസ്സുകാരിയെ കണ്ടെത്താനുള്ള വ്യാപക തെരച്ചിൽ തുടരുകയാണ്. കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസിന് സമീപം താമസിക്കുന്ന അസം സ്വദേശി അൻവർ ഹുസൈന്റെ മകൾ തസ്മീദ് തംസമിനെയാണ് ഇന്നലെ രാവിലെ 10 മണിയോടെ കാണാതായത്. കുട്ടി കന്യാകുമാരിയിലുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം തിരുവനന്തപുരത്തേക്ക് കുട്ടി മടങ്ങിയെത്തിയിട്ടുണ്ടോ എന്ന രീതിയിൽ തമ്പാനൂരിലും വ്യാപകമായി തെരച്ചിൽ നടക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും മറ്റും വി വിനോദ് ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും. വിനോദ്, ഒരു സാധ്യതയും തള്ളിക്കളയാതെ എത്രയും പെട്ടെന്ന് കുട്ടിയുടെ അരികിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് പരിശോധന നടത്തുകയാണ്. അതിന്റെ ഭാഗമായാണ് കുട്ടി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെങ്കിലോ എന്ന രീതിയിലുള്ള പരിശോധന പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഏത് രീതിയിലാണ് അവിടെ കുട്ടിക്കായുള്ള തെരച്ചിൽ നടക്കുന്നത്? അശ്വതി, കുട്ടി കന്യാകുമാരിയിലുണ്ട് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസും തമിഴ്നാട് പോലീസും അവിടെ പരിശോധന നടത്തുന്നത്. അതേസമയം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള സാധ്യത അത് മുന്നിൽ കണ്ടാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടക്കുന്നത്. അല്പസമയം മുൻപ് ഇവിടെ എത്തിയ കന്യാകുമാരി പൂനെ എക്സ്പ്രസിൽ പരിശോധന നടത്തി. 12:40 മറ്റൊരു ട്രെയിൻ കൂടി കന്യാകുമാരിയിൽ നിന്നുള്ളത് തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ് ആണ്. ഈ തീവണ്ടിയിലും പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടയത്ത് പോകുന്ന എക്സ്പ്രസ് ഉണ്ട്, ജനശതാബ്ദിയുണ്ട്. അതിന് പിന്നാലെ ഈ ട്രെയിനുകളിലെല്ലാം പരിശോധന നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സാധ്യതകൾ പലതാണ്. നമുക്ക് കുട്ടി കന്യാകുമാരിയിലുണ്ട് അല്ലെങ്കിൽ നാഗർകോവിൽ വരെ ഉണ്ടായിരുന്നു എന്ന് ഈ ചിത്രം പകർത്തിയ യാത്രക്കാരി പറയുന്നുണ്ട്. കുട്ടി കരയുന്നത് കണ്ട് അതിലൊരു അസ്വാഭാവികത തോന്നി താൻ ഫോട്ടോ എടുക്കുമായിരുന്നു എന്ന മൊഴിയാണ് നൽകിയത്. പുലർച്ചെ കുട്ടിയെ അവിടെ കണ്ടുവെന്ന് ഓട്ടോ ഡ്രൈവർമാർ, കന്യാകുമാരിയിലെ ഓട്ടോ ഡ്രൈവർമാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ആ മൊഴികളിൽ ചില അവ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആ തരത്തിൽ തന്നെ ഈ കണ്ടത് ഈ കുട്ടിയെ തന്നെയാണോ എന്ന കാര്യത്തിൽ സംശയം, അങ്ങനെയുള്ള അവ്യക്തത ഉണ്ടെങ്കിൽ തന്നെ ശക്തമായ പരിശോധന നടക്കുന്നുണ്ട്. മറ്റൊരു സാധ്യത നമ്മൾ കാണേണ്ടത് അശ്വതി, കന്യാകുമാരിയിൽ നിന്ന് ഒരുപക്ഷെ കന്യാകുമാരിയിൽ എത്തുകയും വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങിയതാണ്. വീട്ടിലേക്ക് തിരികെ മടങ്ങാൻ കുട്ടി ആഗ്രഹിക്കുകയും തിരിച്ചുള്ള ട്രെയിനിലേക്ക്, കാരണം കന്യാകുമാരിയിൽ നിന്ന് പിന്നെ മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല, അവിടെ റെയിൽവേ സ്റ്റേഷൻ അവസാനിക്കുകയാണ്. അവിടെ നിന്ന് തിരികെയുള്ള ട്രെയിനിൽ കയറി വീട്ടിലേക്ക് വരാൻ കുട്ടി ആഗ്രഹിച്ചെങ്കിൽ ഒരുപക്ഷെ ട്രെയിനിൽ കയറിയിട്ടുണ്ടാകാം. പക്ഷെ അവിടെയാണ് മറ്റൊരു പ്രശ്നമുള്ളത്. നാഗർകോവിൽ എത്തുമ്പോൾ തീവണ്ടി രണ്ട് വശങ്ങളിലേക്ക് ട്രെയിനുകൾ യാത്ര ചെയ്യും. നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ മധുരയിലേക്കും മധുര ഭാഗത്തേക്കും തീവണ്ടികൾ യാത്ര ചെയ്യും. ഒരുപക്ഷെ കന്യാകുമാരിയിൽ നിന്ന് ട്രെയിനിൽ കയറിയാൽ അല്ലെങ്കിൽ നാഗർകോവിൽ നിന്ന് ട്രെയിനിൽ കയറിയാൽ അത് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ മാത്രമല്ല, ഒരുപക്ഷെ കുട്ടിക്ക് അറിയാതെ കുട്ടി അബദ്ധവശാൽ മധുരയിലേക്ക് പോകുന്ന ട്രെയിനിലാണ് കയറിയിട്ടുള്ളതെങ്കിൽ ഒരുപക്ഷെ അങ്ങോട്ട് ആ ദിശയിലേക്കായിരിക്കും യാത്ര. നാഗർകോവിൽ മുതൽ മധുര വരെ നിരവധി റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. മാത്രവുമല്ല മധുരയിലെത്തിയാൽ വീണ്ടും പല സ്ഥലങ്ങളിലേക്ക് ട്രെയിൻ പോകുന്നുണ്ട്. ചെന്നൈയിലേക്കും ട്രിച്ചിയിലേക്കും അതോടൊപ്പം തന്നെ മയിലാടുതുറയിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെയും പല ഭാഗത്തേക്ക് തിരിച്ച് കന്യാകുമാരിയിലേക്കും ഒക്കെയും പല ട്രെയിനുകൾ മധുര സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു പോകും. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് കുട്ടി വീണ്ടും ട്രെയിനിൽ കയറാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ മധുര കേന്ദ്രീകരിച്ചുള്ള പരിശോധന, നാഗർകോവിൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധന, ഒപ്പം തന്നെ തിരുവനന്തപുരം സ്റ്റേഷനും കഴക്കൂട്ടം അടക്കമുള്ള തൊട്ടടുത്ത സ്റ്റേഷനുകൾ, കൊച്ചുവേളി അടക്കമുള്ള സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന, ഇതെല്ലാം തന്നെ വളരെ അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഏതായിരുന്നാലും കന്യാകുമാരി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വിപുലമായ പരിശോധന നടക്കുന്നത്. അച്യുതി, അതാണ് വി വിനോദ് തിരുവനന്തപുരത്ത് നിന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിനോദ്, ഇനി വരാനുള്ള ട്രെയിനുകളിൽ ആ കുട്ടിയെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ സമയത്ത് ഏതൊക്കെ സാധ്യതകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഈ കുട്ടിയുടെ മുതിർന്ന സഹോദരൻ, വീടുമായി വലിയ ബന്ധമില്ലാത്തയാളെന്ന് പറഞ്ഞ അയാൾ ഇപ്പോൾ ചെന്നൈയിലാണുള്ളത് എന്ന രീതിയിലായിരുന്നു നേരത്തെ വാർത്തകൾ വന്നിരുന്നതെങ്കിലും ഇപ്പോൾ ബംഗളൂരുവിലാണ് എന്ന രീതിയിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ആ സാധ്യത തള്ളിക്കളയുക. സ്വാഭാവികമായും കുട്ടിക്ക് മറ്റ് ഭാഷകളൊന്നും അറിയില്ല, അവരുടെ ഭാഷ മാത്രമാണ് അറിയുക. അങ്ങനെയെങ്കിൽ കുട്ടി മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങനെ ചോദിച്ച് കയറി പോകാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉള്ളൊരു കുട്ടി അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിനോദ് നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് പെട്ടെന്നുണ്ടായൊരു വഴക്കിന് മേൽ ഇറങ്ങിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏത് രീതിയിൽ എവിടെയൊക്കെയാണ് ഈ പോലീസ് ഇപ്പോൾ സാധ്യത കാണുന്നത് തിരുവനന്തപുരത്തല്ലാതെ? അശ്വതി, അസം സ്വദേശിയാണ്. മറ്റ് ഭാഷകൾ
വശമില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കി പെട്ടെന്ന് ആ നിലയ്ക്ക് ഒരുപക്ഷെ കുട്ടി യാത്ര ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രവുമല്ല സഹോദരൻ അടുത്തേക്ക് പോകാൻ വേണ്ടി ഉള്ള താല്പര്യപ്രകാരം അല്ല, അതിനപ്പുറത്തേക്ക് വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങുകയാണ്. ഒരുപക്ഷെ സഹോദരനെ തേടി പോകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമ്മ ശകാരിച്ചതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് തന്നെ ട്രെയിനിൽ കയറി നേരെ കന്യാകുമാരി ഭാഗത്തേക്ക് പോകുന്നു. അതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത് കുട്ടിയുടെ ചിത്രം തന്നെയാണ്, ട്രെയിനിനുള്ളിൽ നിന്നുള്ള ചിത്രം. അതുകൊണ്ട് തന്നെ കുട്ടി ട്രെയിനിൽ സഞ്ചരിച്ചു കന്യാകുമാരി ഭാഗത്തേക്ക് പോയി എന്നത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ്. മാത്രവുമല്ല കുട്ടി ട്രെയിനിൽ കരയുന്നത് കണ്ട് അതിൻ്റെ ഒരു അസ്വാഭാവികത മനസ്സിലാക്കിയാണ് ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരി ഈ ചിത്രം പകർത്തുന്നത്. നാഗർകോവിൽ വരെ കുട്ടി ഉണ്ടായിരുന്നു എന്ന കാര്യം അവർ പറയുന്നുണ്ട്. അതിനുശേഷമുള്ള കാര്യത്തിൽ അവ്യക്തതയുണ്ട്. എന്നാൽ കന്യാകുമാരിയിലെത്തി എന്ന സൂചനകൾ നൽകുന്നത് അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ നൽകുന്ന മൊഴിയാണ്. പുലർച്ചെ കുട്ടിയെ അവിടെ കണ്ടു എന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. എന്നാൽ ആ മൊഴികളിൽ ചില അവ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ കണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. മറ്റ് ചില സാധ്യതകളാണ് നമ്മൾ ഈ സൂചിപ്പിച്ചത്. ഒരുപക്ഷെ കുട്ടി കന്യാകുമാരിയിലെത്തുകയും, കാരണം കന്യാകുമാരിയിൽ നിന്ന് പിന്നെ മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല. റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയുടെ തെക്ക് വശത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കന്യാകുമാരിയിൽ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കന്യാകുമാരിയിൽ നിന്ന് പിന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല. ഒരു ഭാഗത്തേക്ക് ഒരുപക്ഷെ രാമേശ്വരം ഭാഗത്തേക്ക് മറ്റൊരു റെയിൽവേ ലൈൻ അവസാനിക്കുന്നുവെങ്കിലും, തെക്ക് വശത്ത് തന്നെ രാമേശ്വരത്ത് റെയിൽവേ ലൈൻ അവസാനിക്കുന്നുവെങ്കിലും അവിടെയും ഒരു കാര്യമുള്ളത് കുട്ടി മധുരയിലേക്ക് പോയി അങ്ങനെ പോകാനുള്ള സാധ്യത അത് തന്നെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ കന്യാകുമാരിയിൽ നിന്ന് തിരികെ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര കുട്ടി ആഗ്രഹിക്കുകയും വീട്ടിൽ വരാൻ വേണ്ടി ഒരു ട്രെയിനിൽ കയറി യാത്ര ചെയ്യുകയും ചെയ്താൽ ഒരുപക്ഷെ ആ ട്രെയിൻ വരുന്നത് തിരുവനന്തപുരത്തേക്ക് ആയിക്കൊള്ളണമെന്നില്ല. കാരണം നാഗർകോവിലിൽ വെച്ച് ഇത് രണ്ടായി വഴി പിരിയുകയാണ്. തിരുവനന്തപുരത്തേക്കുള്ള ട്രാക്കുമുണ്ട്, അതോടൊപ്പം തന്നെ മധുരയിലേക്ക് പോകുന്ന വഴിയുമുണ്ട്. കുട്ടി അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ഭാഗത്തു കൂടി പരിശോധന നടത്തേണ്ടതുണ്ട്. മാത്രവുമല്ല മധുര എത്തുന്നതിന് മുമ്പ് നിരവധി റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ഒരുപക്ഷെ തൻ്റെ നാടുമായി സാമ്യം തോന്നി കുട്ടി ഇടയ്ക്കുള്ള ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്.